വെൽക്കം, തഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സിനെ പറ്റിയാണ് സംസാരിക്കുക. വൺ സ്ട്രെപ്റ്റോഗ്രാമിൻ. സ്ട്രെപ്റ്റോഗ്രാമിൻസിലെ ഏറ്റവും ഫേമസ് മരുന്നുകൾ ഡാൽഫോപ്രിസ്റ്റിൻ ആണ്. ഡാൽഫോപ്രിസ്റ്റിൻ ആൻഡ് ക്യൂനിപ്രിസ്റ്റിൻ. ഇത് രണ്ടും കൂടി ചേർന്നൊരു മരുന്നാണ്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓക്സസോളിഡിനോൺസ് ആണ്. ഓക്സസോളിഡിനോൺസിൽ വരുന്നത് ലിനസോളിഡ്, ടെഡിസോളിഡ് പോലുള്ള മരുന്നുകളാണ്. ടെഡിസോളിഡ് ഒക്കെ ഉണ്ട്, ഇത് ഇറങ്ങിയിട്ടില്ല. സോ ഇതിൽ ആദ്യത്തേത് സ്ട്രെപ്റ്റോഗ്രാമിൻസ്. നമ്മൾ മാക്രോലൈഡ്സ് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ മാക്രോലൈഡ്സ്, ദെൻ ലിങ്കോസമൈഡ്, കഴിഞ്ഞ വീഡിയോയിൽ ലിങ്കോസമൈഡ്, ക്ലിൻഡാമൈസിനെ പറ്റി കറപ്പോ, ദെൻ പിന്നെ MLS ഗ്രൂപ്പ്സ് എന്നാണ് പറയാം. മാക്രോലൈഡ്, ലിങ്കോസമൈഡ് ആൻഡ് സ്ട്രെപ്റ്റോഗ്രാം. ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ വെരി സിമിലർ ആണ്, ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് MLS ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ സ്ട്രെപ്റ്റോഗ്രാമിൻസ് MLS ഗ്രൂപ്പിൽ പെടും. മാക്രോലൈഡ്, ലിങ്കോസമൈഡ് ആൻഡ് സ്ട്രെപ്റ്റോഗ്രാമിൻസ്. ആദ്യം നമുക്ക് സ്ട്രെപ്റ്റോഗ്രാമിൻസിനെ കുറിച്ച് പറയാം. സ്ട്രെപ്റ്റോഗ്രാമിൻസ് ഓൾസോ കോൾഡ് ആസ് സൈനർജെസ്റ്റിൻസ്, അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. സൈനർജെസ്റ്റിൻസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ചാർണി എറ്റാൽ 1963 കണ്ടുപിടിച്ചാണ് ഈ മരുന്നുകൾ. പക്ഷേ സോലിബിലിറ്റി പ്രശ്നം മൂലം ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. സോലിബിൾ അല്ല. സ്ട്രക്ചറലി ഇത് വലിയ കോമ്പൗണ്ട്സ് ആണ്, ബിഗ് കോമ്പൗണ്ട്സ് ആണ്. സ്ട്രെപ്റ്റോഗ്രാമിൻസിനെ നമുക്ക് രണ്ട് ക്ലാസ്സുകളാക്കാം. ഒന്ന് സ്ട്രെപ്റ്റോഗ്രാമിൻസ് എ ആണ്, സ്ട്രെപ്റ്റോഗ്രാമിൻസ് എ. രണ്ടാമത്തെ സ്ട്രെപ്റ്റോഗ്രാമിൻസ് ബി എന്നാക്കി കഴിഞ്ഞാൽ ഇതിൽ വന്ന മരുന്നാണ് പ്രിസ്റ്റിനാമൈസിൻ. പ്രിസ്റ്റിനാമൈസിൻ എന്ന മരുന്ന് സ്ട്രെപ്റ്റോമൈസസ് പ്രിസ്റ്റീനിയ എസ്പിരാലിസ് അതിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. സോ ദിസ് വാസ് വാട്ടർ സോലുബിൾ. കുറേയും കൂടി വാട്ടർ സോലുബിൾ ആയതോടുകൂടി നമ്മൾ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. സോ പ്രിസ്റ്റിനാമൈസിൻ 2A കണ്ടുപിടിച്ചു. ദെൻ പ്രിസ്റ്റിനാമൈസിൻ 1A, 2 അല്ല 1Aയും കണ്ടുപിടിച്ചു. സോ ഇത് ബി ഗ്രൂപ്പിൽ വരുന്നതാണ്, ഇത് എ ഗ്രൂപ്പിൽ വരുന്നതാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉപയോഗം ആരംഭിക്കുന്നത് പുതിയ മരുന്നുകൾ, അതായത് ഡാൽഫോപ്രിസ്റ്റിൻ വരുന്നത് സ്ട്രെപ്റ്റോഗ്രാമിൻസ് എ ഗ്രൂപ്പിലാണ്. സോ ഡാൽഫോ ഇവിടെ വരും, ക്യൂനു ഇവിടെയാണ് വരിക, ബി ഗ്രൂപ്പിലാണ് വരിക. സോ ഇതിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ഈ ഗ്രൂപ്പ് ഉഷാറായി. ഇനി ഇവിടെ പ്രവർത്തന രീതി ഏകദേശം മാക്രോലൈഡ്സ്, ലിങ്കോസമൈഡ്സ് ഒക്കെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുക. ഇത് ഒട്ടിച്ചേരുന്നത് ഇത് 30S ആണ്, ഇത് 50S ആണ്. റൈബോസോമൽ 50S, ഇത് 30S, ഇത് mRNA ആണ്. ആൻഡ് ഒട്ടിച്ചേരുന്നത് ഇവിടെ 50Sലുള്ള 23S rRNA, റൈബോസോമൽ RNAയിലാണ് ഒട്ടിച്ചേരുക. ആൻഡ് ഇതിൽ ഡാൽഫോ ഒട്ടിച്ചേരുന്നത് ഇവിടെയാണ്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സെന്ററിലാണ്. സോ രണ്ട് സൈറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ഇത് പി സൈറ്റ് ആണ്, ഇത് എ സൈറ്റ് ആണ്. സോ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സെന്ററിൽ ഒട്ടിച്ചേരുന്നു. ആൻഡ് ക്യൂനോപ്രിസ്റ്റിൻ ഇവിടെ മാക്രോലൈഡ് പോലെ ഇവിടെ ഒട്ടിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുക. പോളിപെപ്റ്റൈഡ് എക്സ്പോർട്ട് ടണലിലാണ് ബ്ലോക്ക് ചെയ്യുക. ആൻഡ് PTCയിൽ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ പരമാവധി 8 അമിനോ ആസിഡ്, 1 2 3 4 5 6 7 8 അമിനോ ആസിഡുകൾ ചേർന്ന പെപ്റ്റൈഡ്സ് ഉണ്ടാക്കാൻ വരെ സമ്മതിക്കും. അപ്പൊ അത്രയും പ്രോട്ടീൻ ചെയിൻ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഉണ്ടാവേണ്ട പ്രോട്ടീൻ 50 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ 8 എണ്ണം ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് കട്ടായി പോകും. സോ ലിങ്കോസമൈഡ്സ്, ക്ലിൻഡാമൈസിൻ നമ്മൾ പറഞ്ഞു 8 എണ്ണം അല്ല, അവർ 4 എണ്ണമേ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് അത് ഇനീഷ്യേഷൻ ഇൻഹിബിറ്റർ കൂടിയാണെന്ന് പറഞ്ഞു. ഇത് പക്ഷേ കുറച്ചും കൂടിയൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവയെ ഇനീഷ്യേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയാനായിട്ടൊന്നും പറ്റില്ല. ഇതിൽ ഡാൽഫോപ്രിസ്റ്റിൻ ആദ്യം 23S rRNAയിൽ വന്ന് ഒട്ടിച്ചേർന്നിട്ട് അവിടെ ഒരു സ്ട്രക്ചറൽ കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകും. അത് ഈ മരുന്ന് ഇവിടെ ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അതിനുശേഷമാണ് നമ്മളുടെ ക്യൂനോപ്രിസ്റ്റിൻ ഇവിടെ വന്ന് ഒട്ടിച്ചേരുക. അപ്പോൾ അതിന് കൂടുതൽ ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യം ഡാൽഫോ വന്ന് പിടിക്കും, ഒരു ചേഞ്ച് ഉണ്ടാക്കും, ദെൻ ക്യൂനോപ്രിസ്റ്റിൻ വന്ന് ചേരും. സോ അപ്പോൾ ഈ മരുന്ന് രണ്ടും നമ്മൾ ഒരുമിച്ച് കൊടുക്കണം അല്ലേ. സോ നമ്മൾ കൊടുക്കുക രണ്ട് മരുന്നും ഒരുമിച്ചാണ്, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതാണ് നമ്മളുടെ മരുന്ന്, അല്ലാതെ ഓരോ മരുന്നല്ല, സെപ്പറേറ്റ് അല്ല. സോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് 30%, ഇത് 70%. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ്, 30:70 കോമ്പിനേഷൻ ഓർ റേഷ്യോയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുക. സോ ഈ കോമ്പിനേഷന് ചില ബാക്ടീരിയകൾക്കെതിരെ ബാക്ടീരിയസിഡൽ എഫക്റ്റ് ഉണ്ട്. സോ ദീസ് ആർ സിഡൽ അഗെയിൻസ്റ്റ് സർട്ടൻ ബാക്ടീരിയ. പക്ഷെ ചിലതിനെതിരെ സിഡൽ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻറ്ററോക്കോക്കയ്ക്കെതിരെ ഇവർക്ക് സിഡൽ ആക്ഷൻ ഇല്ല. ഇനി ഡാൽഫോപ്രിസ്റ്റിൻ ആൻഡ് ക്യൂനോപ്രിസ്റ്റിൻ ഇത് രണ്ടും കൂടി ചേർത്താണ് കൊടുക്കാന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കണം. 1, ഇത് സെൻട്രൽ ലൈനിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. സെൻട്രൽ ലൈൻ നമ്മൾ വേണം, സെൻട്രൽ ആക്സസ് നമുക്ക് വേണം. നമ്മൾ സാധാരണ കൊടുത്ത പോലെ കയ്യിലൂടെ IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാസ്കുലാർ ത്രോംബോസിസ് ഉണ്ടാകും, ബുദ്ധിമുട്ടാണ് അതിൽ കൂടി കൊടുക്കാൻ. സോ വലിയ ബ്ലഡ് വെസലിലൂടെ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് ഈ മരുന്നിനെ പറ്റി. രണ്ടാമത്തത് ദീസ് ആർ പൊട്ടന്റ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. എൻസൈം ഇൻഹിബിഷൻ ഉണ്ട്. CYP3A4 പോലെയുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. നമ്മൾ എറിത്രോമൈസിനെയും അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ പല മരുന്നുകൾക്കും നമുക്ക് സൂക്ഷിച്ചു കൊടുക്കണം. ഉദാഹരണം സൈക്ലോസ്പോറിൻ, വാർഫാരിൻ, കാൽഷ്യം ചാനൽ ബ്ലോക്കർ, മിഡാസോളാം. സോ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മരുന്നുകൾ നമ്മൾ അവയുടെ അളവ് കുറയ്ക്കുകയോ ഈ മരുന്നുകൾ
മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാകും. ആൻഡ് വേറൊരു ഗുണം, ഇനി ഗുണം പറയാനുള്ളത് റീനൽ ഫെയിലിയറിൽ പക്ഷേ പ്രശ്നമില്ല. റീനൽ ഫെയിലിയറിൽ ഈ മരുന്നുകൾ സേഫ് ആണ്. സോ കിഡ്നി സേഫ് ആണ് മരുന്നുകൾ, ഡോസ് ഒന്നും കുറയ്ക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം. ഇനി ഇവ എവിടെ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള, വെരി സീരിയസ് ആയിട്ടുള്ള ഗ്രാം പോസിറ്റീവ് ഇൻഫെക്ഷൻസിലാണ് നമ്മളിത് കൊടുക്കുക. 1999 ഇത് VRE എന്ന് വെച്ചാൽ വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് എൻട്രോകോക്കയാണ്. ദെൻ VRSA എന്ന് വെച്ചാൽ വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, അല്ലെങ്കിൽ MRSA കഴിഞ്ഞിട്ടാണ് VRSA വരിക. MRSA LRSA എന്ന് വെച്ചാൽ ലിനസോളിഡ് റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ദെൻ VRE നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണ് കൊടുക്കുക. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അത് തന്നെ സീരിയസ് ആയിട്ടുള്ള മറ്റു മരുന്നുകൾ കൊണ്ട് ഫലമില്ലാത്ത ഇൻഫെക്ഷൻസിലൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ഇനി എൻട്രോകോക്കയിൽ തന്നെ ഫീസിയം, ECIUM, ഫീസിയത്തിൽ ആക്ഷൻ ഉണ്ട്, പക്ഷേ ഫീക്കാലിസിൽ ആക്ഷൻ ഇല്ല എന്നൂടി ഓർക്കുക. ദെൻ എറ്റിപ്പിക്കൽ ന്യൂമോണിയയിൽ ആക്ഷൻ ഉണ്ട്. എറ്റിപ്പിക്കൽ ന്യൂമോണിയ മൈക്ലാസ്മ ലിജിയോൺ അല്ല, ക്ലോസ്ട്രിഡിയം ന്യൂമോണിയ, അങ്ങനെയൊക്കെ ഉള്ളതിൽ പ്രവർത്തനമുണ്ട്. ആൻഡ് ഇനി മരുന്നിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ളതാണ് മയാൾജിയ, ആർത്രാൾജിയ സിൻഡ്രോം എന്ന് വെച്ചാൽ മയാൾജിയ എന്ന് വെച്ചാൽ മസിൽ വേദനയാണ്, ആർത്രാൾജിയ എന്ന് വെച്ചാൽ ജോയിന്റ് വേദനയാണ്. സോ മസിൽ ജോയിന്റ് വേദന സിൻഡ്രോം ഉണ്ടാക്കാം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഇൻഫ്യൂഷൻ റിലേറ്റഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലബൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഇൻഫ്യൂഷൻ റിലേറ്റഡ് ADR ഉണ്ടാക്കാം. ദെൻ ബിലിറൂബിൻ വർദ്ധിപ്പിക്കാം, ബിലിറൂബിൻ ലെവൽ വർദ്ധിപ്പിക്കാം. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി ഈ ഗ്രൂപ്പിൽ വേറൊരു മരുന്ന് കൂടി ഉണ്ട് കേട്ടോ, അതിന്റെ പേര് വിർജീനിയമൈസിൻ. പക്ഷെ നമ്മൾ ഇൻഡസ്ട്രിയൽ യൂസ് ആണ് അധികം. ഒന്ന് ഗ്രോത്ത് പ്രൊമോട്ടർ ആർക്കാണ്? മനുഷ്യനിൽ കഴിക്കാനുള്ളതല്ല, പോൾട്രി ഫാമിലൊക്കെ വളരെ ലോ ഡോസിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദെൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗമുണ്ട്. ദെൻ എത്തനോൾ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വിർജീനിയമൈസിൻ. ഇനി അടുത്ത ഗ്രൂപ്പ് മരുന്ന് ഓക്സസോളിഡിനോൺസ് ആണ്. പ്രധാന മരുന്ന് ലിനസോളിഡ് ആണ്, പിന്നെ വന്നത് ടെഡിസോളിഡ് ആണ്, പുതിയതാണ്. ടെഡിസോളിഡ് വന്നു. ദെൻ സുട്ടിസോളിഡ്, അത് TB, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TBയിലൊക്കെ പഠനത്തിലുണ്ട്. ദെൻ ആദ്യത്തെ പോയിന്റ്, പിന്നെയും 2 മരുന്നുകൾ വേണമെങ്കിൽ പറയാവുന്നത് ഇപ്പോൾ സൈക്ലോസെറിൻ, ദെൻ ഫുരാസോളിഡോൺ, അതൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള മരുന്നുകളാണ്. എങ്കിലും ഓക്സസോളിഡിനോൺസിൽ നമ്മൾ ഈ 2 മരുന്നുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ദെൻ ഈ മരുന്നിന്റെ ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ദീസ് ആർ സിന്തറ്റിക് ആണ്, ഞാൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ല. നോട്ട് ഫ്രം എനി ബാക്ടീരിയ ഓർ ഫംഗൈ ഓർ നാച്ചുറൽ അല്ല, സിന്തറ്റിക് മരുന്നുകളാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത് 1950കളിൽ MAO ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പ് നമ്മൾക്കറിയാം, ആന്റി ഡിപ്രസൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അത് ഉപയോഗിച്ചപ്പോൾ ചിലതിന് ചില ആന്റി മൈക്രോബിയൽ ആക്ഷൻ കണ്ടു. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത മരുന്നുകളാണ് ടെഡിസോളിഡ്, ലിനസോളിഡ് പോലെയുള്ള മരുന്നുകൾ. ലിനസോളിഡ് 1987 വന്നെങ്കിലും 2000 തൊട്ടാണ് ഉപയോഗം തുടങ്ങിയത്. ഇത് പക്ഷേ 2014 വന്ന മരുന്നാണ്. പ്രവർത്തന രീതി ഓൾറെഡി നമ്മൾ കണ്ട പോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അത് ബാക്ടീരിയയുടെ 50S പിടിക്കുക, 30S 2 മരുന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. സോ ഇതാണ് 50S. റൈബോസോമിൽ ഇവിടെ വന്ന് പിടിക്കുന്നു, PTC സെന്ററിൽ പിടിക്കുന്നു. ഇവിടെ PTC സെന്ററിൽ പിടിച്ചിട്ട് ക്ലോറാംഫെനിക്കോളൊക്കെ പോലെ പെപ്റ്റൈൽ ട്രാൻസ്ഫർ സെന്റർ അത് തടയുന്നു. ഈ സൈറ്റിലും P സൈറ്റില് ആദ്യത്തെ tRNA അതേതായിരുന്നു? അത് ഫോർമൈൽ മെത്തിയോണിൻ ആണ്. അത് വന്ന് പിടിക്കുന്നതും തടയുന്നതായിട്ട് പറയുന്നുണ്ട്. സോ പല മെക്കാനിസം കാണുന്നുണ്ട്, എങ്കിലും നമുക്ക് തൽക്കാലം ഇതിൽ നിൽക്കാം. സോ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാകുന്നത് തടയുന്നു എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് മരുന്നുകളുടെ പ്രത്യേകത. ദെൻ മൂന്നാമത്തത് നമുക്ക് ഇതിന്റെ സ്പെക്ട്രമാണ്. സ്പെക്ട്രം ഈസ് നാരോ സ്പെക്ട്രമാണ്. നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ഇത് ആന്റിബയോട്ടിക് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ആന്റി മൈക്രോബിയൽ. ആന്റിബയോട്ടിക്കിന്റെ ഡെഫിനിഷനിൽ ഇത് വരില്ല, കാരണം ഇത് മൈക്രോബ്സിൽ നിന്ന് കിട്ടിയതല്ലോ. സോ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ഗ്രാം പോസിറ്റീവിൽ മാത്രമാണ്, ഗ്രാം നെഗറ്റീവിൽ ഫലമില്ല. സോ നോ ആക്ഷൻ ഇൻ ഗ്രാം നെഗറ്റീവ്, ഓൺലി ഇൻ ഗ്രാം പോസിറ്റീവ്. സ്ട്രെപ്റ്റോകോക്കലിനെതിരെ ഇത് സിഡൽ എഫക്ട് ഉണ്ട്. ദെൻ സ്റ്റെഫൈലോ ആണെങ്കിൽ ഓർ എൻറ്ററോ, ഇതും ഗ്രാം പോസിറ്റീവ് ആണല്ലോ, ഇതിനൊക്കെ സ്റ്റാറ്റിക് ആക്ഷൻ മാത്രമേ ഉള്ളൂ. സോ സ്ട്രെപ്റ്റോകോക്കസിനെതിരെ സിഡൽ ആക്ഷൻ ഉണ്ട്. സിന്തറ്റിക് ആണ്, സിന്തറ്റിക്കിന് റെസിസ്റ്റൻസ് ഉണ്ടാവുകയോ സാധ്യത കുറവാണ്, റെസിസ്റ്റൻസ് ഇല്ല. സോ ദീസ് ആർ റിസർവ് ഡ്രഗ് ആണ്. ഒറ്റയടിക്ക് ചാടിക്കേറി ഉപയോഗിക്കാനുള്ള മരുന്നല്ല ഈ മരുന്ന്. എന്നാലും അങ്ങനെ അല്ലാതൊക്കെ ലിനസോളിഡ് ഉപയോഗിക്കുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇത് എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൽ MRSA നമുക്ക് ഉപയോഗിക്കാം. VRSA MRSA മീൻസ് മെത്തിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, വാങ്കോമൈസിൻ റെസിസ്റ്റൻസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, അല്ലെങ്കിൽ എൻട്രോകോക്കയിൽ നമുക്ക് ഉപയോഗിക്കാം. എൻട്രോകോക്കയിൽ വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് എൻട്രോകോക്കൈ. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ നമുക്ക് ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടേക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ ഉപയോഗിക്കാം, കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയയിൽ നമുക്ക് ഉപയോഗിക്കാം, ഹോസ്പിറ്റൽ അക്യൂട്ട് ഓർ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, ഈ ഓർഗാനിസംസ് വഴി ഉണ്ടാകുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം, സ്കിൻ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസിൽ നമുക്ക് കൊടുക്കാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട യൂസ്. ഈ ലിനസോളിഡിന് പുതിയ കുറച്ച് ഉപയോഗങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്കല്ല കൊടുക്കുക, മറ്റു ചില മരുന്നുകൾക്കൊപ്പമാണ്. അത് ബെഡാക്യുലിൻ എന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോമൈസിനൊക്കെ പകരമായിട്ട് നമുക്ക് TB ഉപയോഗിക്കുന്ന മരുന്നാണ്. ബെഡാക്യുലിൻ ആൻഡ് പ്രിറ്റോമാനിഡ് ഈ മരുന്നുകൾക്കൊപ്പം എക്സ്ട്രീംലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TBയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള അപ്രൂവൽ ഉണ്ട് മരുന്ന്. ഇന്ത്യയിലൊക്കെ TB കൂടുതലാണ്, അപ്പോൾ ഇന്ത്യയിലൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒപ്പം വിത്ത് ദിസ് ഈ മരുന്നിന്റെ ഒപ്പം പ്ലസ് ലിനസോളിഡ് ഉണ്ട്, പ്ലസ് മോക്സിഫ്ലോക്സാസിൻ എന്ന് പറയുന്ന ക്വിനലോൺ, ഫ്ലൂറോക്വിനലോൺ കൂടി ചേർത്തിട്ടും കൊടുക്കാറുണ്ട്. ഇതാണ് പുതിയൊരു യൂസ് ഓഫ് ദിസ് ലിനസോളിഡ്. ഇനി നമ്മൾ ലിനസോളിഡും ടെഡിസോളിഡും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലിനസോളിഡ് ഓറൽ ഗുളികയാണ്. ഗുളിക എന്ന് പറയുമ്പോൾ 600 മില്ലിഗ്രാം വീതം 2 നേരം BD. ഇതൊരു 10 ദിവസമൊക്കെ കഴിക്കേണ്ടി വരും. ഇതാണ് സാധാരണ ഡോസ് ഇതിന്റെ. ആൻഡ് ടെഡിസോളിഡ് ആണെങ്കിലോ ഇത് ഓറൽ കൊടുക്കാം, ഇഞ്ചക്ഷൻ പരേൻട്രലായിട്ട് ഇഞ്ചക്ഷൻ IV ആയിട്ടും കൊടുക്കാം. ഇതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ലോങ് ഹാഫ് ലൈഫാണ്. അപ്പോൾ ദിവസം 1 നേരം മതി, മാത്രമല്ല ഡോസ് കുറവ് മതി. അപ്പോൾ 200 മില്ലിഗ്രാം OD ദിവസം 1 നേരം. ഇത് 6 ദിവസം മതി. ഇത് 10 ദിവസം കൊടുക്കുന്നതിന് ഇത് 6 ദിവസം കൊടുത്താൽ മതി. അങ്ങനെയാണ് ഒരു ഗുണം. ആൻഡ് 2 മരുന്നുകളും 100% ബയോ അവൈലബിലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അബ്സോർപ്ഷനൊക്കെ നന്നായിട്ട് നടക്കുന്ന മരുന്നാണ്. ദെൻ 2 മരുന്നുകളും CSF ക്രോസ് ചെയ്യും, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യും. ആൻഡ് 2 മരുന്നുകളും കിഡ്നി ഫെയിലിയറിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഡോസ് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. കിഡ്നി സേഫാണ്. അപ്പോൾ നമ്മൾക്ക് ഈ മരുന്നുകളുടെ അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വേഴ്സ് എഫക്റ്റിൽ ഏറ്റവും ഫേമസ് മയലോ സപ്രഷനാണ്. മയലോ സപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാരോ സപ്രഷൻ. ബോൺ മാരോ സപ്രഷൻ ഉണ്ടാക്കാം. അത് 2 ആഴ്ചയിലധികം തുടർച്ചയായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കുറയുക. പ്ലേറ്റ്ലെറ്റ്സ് മോണിറ്റർ ചെയ്യണം. ആൻഡ് ഇത് ലിനസോളിഡിനാണ് കമ്പാരിറ്റീവ്ലി ഉള്ളത്. ടെഡിസോളിഡിന് ഈ പ്രശ്നം കുറവാണ്, അല്ലെങ്കിൽ വളരെയധികം കുറവാണ്. എങ്കിലും ഈ മരുന്ന് അനീമിയ, ലൂക്കോപീനിയ, WBC കുറവ്, ത്രോംബോസൈറ്റോപീനിയ, പ്ലേറ്റ്ലെറ്റ്സ് കുറവ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. സോ മോർ ഫോർ ലിനസോളിഡ്. രണ്ടാമത്തത് മൈറ്റോകോൺഡ്രിയൽ ടോക്സിസിറ്റി ഉണ്ടാക്കാം. മൈറ്റോകോൺഡ്രിയൽ ടോക്സിറ്റി ഉണ്ടാക്കുമ്പോൾ പെരിഫറൽ ന്യൂറൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഈവൻ അപ് ടു ലാക്റ്റിക് ആസിഡോസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അപൂർവമാണ് കേട്ടോ, വളരെ അപൂർവമായിട്ടുണ്ടാകും. മൂന്നാമത്തതാണ് കുറേ കൂടി കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അത് MAO ഇൻഹിബിറ്ററി ആക്ഷൻ മൂലമാണ്. MAO ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ആന്റി ഡിപ്രസന്റ് ആയിട്ടാണ്. സോ നമ്മൾ ആന്റി ഡിപ്രസൻസ് ലൈക്ക് SSRIs ഒക്കെ കൂടെ കൊടുത്താൽ, ഈ മരുന്നൊക്കെ കൂടെ ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ് സിറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയും. സിറോട്ടോണിൻ സിൻഡ്രോം ഒക്കെ നമ്മൾ ആന്റി ഡിപ്രസൻസിൽ വിവരിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ബിക്കോസ് ഓഫ് ഇൻക്രീസ് സിറോട്ടോണിൻ ഓർ 5-HT ലെവൽ കൂടുന്നത് കൊണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സ്പെസിഫിക് അഡ്വേഴ്സ് എഫക്ട്സ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.